ഹായ്, നമ്മൾ 10ാം ക്ലാസ്സോ +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ മാസാവസാനത്തെ ശമ്പളം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കുറേ ചീത്തയും പ്രഷറൊക്കെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, ഇതും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അടപടലം സോ കോൾഡ് തേപ്പ് കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെ കൊണ്ട് എന്തിനു കൊള്ളാന്നുള്ളത്. നമ്മളെ കൊണ്ട് എന്തിനൊക്കെ കൊള്ളാം, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു Grasstomars. സ്വന്തം കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കുറച്ച് എഫേർട്ട് കൂടെ ഇട്ട് ആ സ്കില്ലിനെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് നല്ല തിളങ്ങുന്ന വിജയമൊക്കെ നേടിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതുപോലെ ആസ്വദിക്കാൻ കഴിയാത്ത ജോലി ചെയ്തിട്ട് ജീവിതാവസാനം വരെ നിരാശ മാത്രം ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് മാർക്ക് ഓറിയൻറ്റഡ് ആണ്, അല്ലാതെ സ്കിൽ ഓറിയൻറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കുട്ടിയുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ പരിപോഷിപ്പിക്കാനൊന്നും ഉള്ള സാധ്യതകൾ തീർത്തും കുറവാണ് ഇവിടെ. അപ്പം നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരാളുടെ വ്യക്തിത്വ സവിശേഷതകളൊക്കെ കണ്ടുപിടിക്കാൻ ഉള്ള ടെസ്റ്റുകളെ പൊതുവെ പറയുന്ന പേര് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്നാണ്. ടെസ്റ്റ് എന്ന് പറയുമെങ്കിലും ഇതിൽ ജയോ തോൽവിയോ ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു അസസ്മെൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ലളിതമായതും പ്രശസ്തവുമായിട്ടുള്ള ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ആണ് മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ അഥവാ MBTI എന്ന് പറയുന്നത്. 1941 കാതറിൻ ബ്രിക്സും മകളായ ഇസബെല്ല മേയറും ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ് MBTI എന്ന് പറയുന്നത്. ഇതനുസരിച്ച് 16 ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് ലോകത്തിൽ മൊത്തം ഉള്ളത്. ഇതിനകത്ത് ഏത് പേഴ്സണാലിറ്റി ടൈപ്പിനോടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നറിയാനായിട്ട് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അതിന് ഉത്തരം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം എസ് ഓർ നോ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഏറ്റവും ശരിയാണ്, കുറച്ച് ശരിയാണ്, ഏറെക്കുറെ ശരിയാണ്, ശരിയല്ല, ഒട്ടും ശരിയല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും സത്യസന്ധമായി ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 ലെറ്ററുള്ള ഒരു കോഡ് കിട്ടും. അത് ENFP എന്നോ ESFJ എന്നോ INFP എന്നോ INFJ എന്നോ എന്തെങ്കിലും ആവാം. ഇതിലെ ഓരോ ആൽഫബറ്റും സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോ സ്വഭാവ സവിശേഷതയായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ അച്ചടക്കം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, പുറത്തൊക്കെ പോയി ധാരാളം ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, ഭാവിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉള്ള ആൾക്കാരാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഫലം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയല്ല, കുറച്ച് അറിയാവുന്നത് തന്നെയാണ്, പക്ഷെ അതിന് കുറച്ചുകൂടി ഒരു വ്യക്തത വരികയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ വീക്ക്നെസ് ഒക്കെ എങ്ങനെ നമ്മൾ നോക്കി കാണണം, എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്, നമ്മുടെ ജോലി എത്തരത്തിലുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് ഏറ്റവും യോജിച്ച് അവർക്ക് ഒരു മടുപ്പമില്ലാതെ സന്തോഷം മാത്രം നൽകുന്ന ജോലികൾ ഏതൊക്കെയായിരിക്കും അത് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ അങ്ങോട്ടൊന്ന് ഡയറക്റ്റ് ചെയ്ത് വിടാനൊക്കെ നമുക്ക് സാധിക്കും. MBTI ബേസ് ചെയ്തിട്ട് മാച്ച് മേക്കിംഗ് ആപ്പുകൾ വരെ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പുകളിലേക്കോ അല്ലെങ്കിൽ മാച്ച് മേക്കിംഗ് ആപ്പുകളിലേക്കൊന്നും പോകാനായിട്ട് നമ്മുടെ സംസ്കാരം വളർന്നു വരുന്നല്ലേ ഉള്ളൂ. നമ്മുടെ മാട്രിമോണിയൽ സൈറ്റുകൾ ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു ധാരണ കിട്ടും. അതൊരു നല്ല കാര്യമല്ലേ. ഇനി ഇത് എങ്ങനെ, എവിടെ, ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ 13 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഓൺലൈൻ ടെസ്റ്റാണെന്ന് പറഞ്ഞായിരുന്നു. ഇംഗ്ലീഷിൽ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് 16personalities.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. മലയാളത്തിലാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ india16types.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതൊരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് ഹൂ യു ആർ ആൻഡ് വാട്ട് യു ക്യാൻ ഡു. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണോ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. താങ്ക്സ് ഫോർ ദ ടൈം. വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം Grasstomars. ലൈക്കിൻ്റെയും ഷെയറിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ബൈ.